PSC വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സയൻസിലെ നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ പുതിയ SCERT പാഠപുസ്തകങ്ങളിലെ ഫാക്റ്റ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ക്ലാസ് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നാഡീവ്യവസ്ഥ അല്ലേ. നാഡീവ്യവസ്ഥയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. കേന്ദ്ര നാഡീവ്യവസ്ഥ എന്നും പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നും. ഇതിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ വരുന്നതാണ് മസ്തിഷ്കവും സുഷുമ്നയും. അതുപോലെ പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതാണ് കേന്ദ്ര നാഡീവ്യവസ്ഥയെ അവയവങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളും ഗ്രാഹികളും ഗാംഗ്ലിയോണുകളും ഉൾപ്പെടുന്നു. അപ്പോൾ ഓർക്കുക, കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത് മസ്തിഷ്കവും സുഷുമ്നയും. പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന എന്താണ്? 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളും പിന്നെ ഗ്രാഹികളും ഗാംഗ്ലിയോണുകളും ഉൾപ്പെടുന്നു. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ മസ്തിഷ്കത്തെയും സുഷുമ്നയെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പാളിയാണ് മെനിഞ്ചസ്. അപ്പോൾ ഓർക്കുക, മസ്തിഷ്കത്തിനെയും സുഷുമ്നയെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 പാളികളോട് കൂടിയ ഇതാണെന്ത്? മെനിഞ്ചസ്. അപ്പോൾ 3 പാളിയുണ്ട്, അത് ഓർമ്മിക്കുക. അതൊക്കെ ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഓർമ്മിക്കുക, മസ്തിഷ്കവും സുഷുമ്നയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് മെനിഞ്ചസ് ആണ്. ഇത് പഴയ ടെക്സ്റ്റ് ബുക്കിലെ മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങളാണ് തന്നിട്ടുള്ളത്. അത് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ സെറിബ്രാണ്, സെറിബ്രം. അപ്പോൾ സെറിബ്രത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇത് മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു. സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കുന്നു. അപ്പോൾ നോക്കുക, എന്താണ്? മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ അല്ലേ, ചാരനിറം എന്ന് പറഞ്ഞാൽ ഗ്രേ മാറ്റർ. ഇതിനെന്താണ് അറിയപ്പെടുന്നത്? ഇത് എന്താണ്? കോർട്ടക്സ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ വൈറ്റ് നിറമുള്ള അല്ലെങ്കിൽ വെള്ള നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കുന്നു. അപ്പോൾ ഓർമ്മിക്കാം, മെഡുല്ലയെ നമുക്ക് മുല്ലയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മുല്ല വെളുത്തിട്ടല്ലേ, വെളുത്ത മുല്ലയല്ലേ, അങ്ങനെ നമുക്ക് ഓർമ്മിച്ച് വെക്കാം. പിന്നെ കോർട്ടക്സ് പുറത്തേതെന്ന് പറയുന്ന ഒരു കണക്ഷൻ ഇല്ലേ, കോർട്ടക്സ് പുറം ഭാഗം, അങ്ങനെ ഓർമ്മിക്കുക. അതുപോലെ ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. എന്താണ് ഈ ഐച്ഛിക ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ? നമ്മളെ കൺട്രോളിലായിട്ടുള്ള ചലനങ്ങൾ അല്ലേ. ഈ ചലനങ്ങളൊക്കെ നമ്മളെ കൺട്രോളിലായിരിക്കും ഉണ്ടാവുക. അത്തരത്തിലുള്ള ചലനങ്ങളാണ് ഐച്ഛിക ചലനങ്ങൾ. അപ്പോൾ ഈ ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രാണ്. അത് ഓർമ്മിക്കുക. അപ്പോൾ ഓർക്കുക, എന്തൊക്കെയാണ്? ബുദ്ധിശക്തി, ഭാവന, ചിന്ത, വിവേചനം, ഓർമ്മ, കാഴ്ച, കേൾവി, രുചി, മണം, ഇത്തരത്തിലുള്ള ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് സെറിബ്രാണ്. അതുപോലെ ഐച്ഛിക ചലനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ അടുത്തത് സെറിബെല്ലാണ്. സെറിബെല്ലത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ്. അപ്പോൾ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം, രണ്ടാമത്തെ വലിയ ഭാഗം സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണുന്നു. അപ്പോൾ 2 ദളങ്ങളായിട്ട് കാണുന്നതാണ് സെറിബെല്ലം. അതുപോലെ ചുളിവുകളും ചാലുകളുമുണ്ട്. കൂടാതെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നു. അപ്പോൾ ഓർക്കുക, ശരീര തുലന നില പാലിക്കുന്നത് എന്താണ്? സെറിബെല്ലാണ് കേട്ടോ. അതുപോലെ മദ്യം ബാധിക്കുന്നത് മസ്തിഷ്കത്തിൻ്റെ ഏത് ഭാഗത്തെയാണ്? ഈ സെറിബെല്ലത്തിനെയാണ് കേട്ടോ. അത് ഓർമ്മിച്ച് വെക്കുക. അതുപോലെ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നതും ഈ സെറിബെല്ലം തന്നെയാണ്. ഓർക്കുക കേട്ടോ. അടുത്തത് തലാമസ് ആണ്. എന്തൊക്കെയാണ് തലാമസിൻ്റെ സവിശേഷതകൾ? സെറിബ്രത്തിന് താഴെയായി കാണുന്നു. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ്. അതുപോലെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു.
അപ്പോൾ ഈ തലാമസ് അറിയപ്പെടുന്നത് എന്താണ്? പുനഃപരിശോധനാ കേന്ദ്രം അല്ലെങ്കിൽ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. അതുപോലെ ഇതെന്താ ചെയ്യുന്നത്? സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ പുനഃപരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഇതെവിടെയാണ് കാണുന്നത്? സെറിബ്രത്തിന് താഴെ കാണുന്നു അല്ലേ? ഇത് സെറിബ്രത്തിൻ്റെ ഇരിപ്പിടം എന്നും അറിയപ്പെടുന്നത് ഈ തലാമസ് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തലാമസുമായിട്ട് ബന്ധപ്പെട്ടത്. ഇത് ഓർമ്മിച്ച് വെക്കുക. അടുത്തത് ഹൈപ്പോ തലാമസ് ആണ്. ഇത് തലാമസിന് തൊട്ടു താഴെ കാണുന്ന ഭാഗമാണ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഓർമ്മിക്കുക, ഹൈപ്പോ തലാമസ് എന്താണ് ചെയ്യുന്നത്? ഹൈപ്പോ തലാമസ് ഈ തലാമസിന് തൊട്ടു താഴെയാണ് കാണുന്നത്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് ഇത് ആന്തര സമസ്ഥിതി പാലകൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു അന്തസ്രാവി ഗ്രന്ഥി കൂടിയാണ്. അതുപോലെ സുഖാനുഭൂതി, ലൈംഗികാസക്തി ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ഹൈപ്പോ തലാമസ് തന്നെയാണ്. ശരീരത്തിൻ്റെ താപനില ക്രമീകരിക്കുന്നതൊക്കെ ഈ ഹൈപ്പോ തലാമസ് തന്നെയാണ്. അതും ഓർമ്മിച്ച് വെക്കുക കേട്ടോ. അടുത്തത് മെഡുല്ല ഒംബ്ലാങ്കേറ്റയാണ്. ഇതെന്താ ചെയ്യുന്നത്? സെറിബ്രത്തിന് ചുവടെ സെറിബല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണുന്നതാണ് മെഡുല്ല ഒംബ്ലാങ്കേറ്റ കേട്ടോ. അതുപോലെ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെയാണ് നിയന്ത്രിക്കുന്നത് അല്ലേ? അപ്പം അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തായിരുന്നു? നമ്മുടെ കൺട്രോളിലല്ലാത്ത പ്രവൃത്തികളാണ് അല്ലേ? ഇതൊക്കെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒംബ്ലാങ്കേറ്റയാണ് അല്ലേ? അപ്പോൾ ഓർമ്മിക്കുക, എന്തൊക്കെയാണ് മെഡുല്ല ഒംബ്ലാങ്കേറ്റ നിയന്ത്രിക്കുന്നത്? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒംബ്ലാങ്കേറ്റയാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചത് സെറിബ്രാണ്, എന്നാൽ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒംബ്ലാങ്കേറ്റ. ഇത് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഭാഗമാണ്. ഇതിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. കുറച്ച് കാര്യങ്ങളിൽ എന്തുണ്ട്? ചെറിയൊരു മാറ്റമുണ്ട്. അത് നമുക്ക് നോക്കാം. സെറിബ്രം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ്. ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടെക്സ് എന്നും വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്തെ മെഡുല്ല എന്നും അറിയപ്പെടുന്നു. പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ എന്നിവയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രം. വിവിധ ഇന്ദ്രിയാനുഭവങ്ങൾ ലഭ്യമാക്കുന്നു. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അത് അത്രേ പഠിച്ചാൽ മതി. അടുത്തത് സെറിബല്ലാണ്. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം. സെറിബ്രത്തിന് പിന്നിൽ താഴെയായി കാണപ്പെടുന്നു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില കൈവരിക്കാൻ സഹായിക്കുന്നു. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, അഡീഷണൽ ആയിട്ടൊന്നുമില്ല. അതുപോലെ അടുത്തത് തലാമസ് ആണ്. മസ്തിഷ്കത്തിൻ്റെ ആന്തരഭാഗത്ത് കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ ഇതൊരു പുതിയ പോയിൻ്റാണ് അല്ലേ? വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ്? തലാമസാണ് അല്ലേ? തലാമസിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുപോലെ ഹൈപ്പോ തലാമസ്. ശരീരോഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരങ്ങൾ തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നു. അപ്പം അതും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അടുത്ത ഇത് നേരത്തെ പറയാത്ത കാര്യങ്ങളിൽ 3 എണ്ണം ഉണ്ട് അല്ലേ? 3 ഭാഗങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടില്ലേ? എന്താണ് മിഡ് ബ്രെയിനിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നു. കണ്ണുകൾ, പുരികങ്ങൾ എന്നിവയുടെ ചലനത്തിന് ഈ ഭാഗത്തിന് പങ്കുണ്ട് അല്ലേ? അപ്പോൾ മിഡ് ബ്രെയിൻ എന്താ ചെയ്യുന്നത്? കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നു. അതുപോലെ കണ്ണുകൾ, പുരികങ്ങൾ എന്നിവയുടെ ചലനത്തിന് ഈ ഭാഗത്തിന് പങ്കുണ്ട്. അതായത് കണ്ണുകളുടെയും പുരികങ്ങളുടെയൊക്കെ ചലനം സാധ്യമാക്കുന്നതിൽ മിഡ് ബ്രെയിൻ എന്തുണ്ട്? പങ്കുണ്ട്. അതുപോലെ പോൺസിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു അല്ലേ? പിന്നെയോ ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നു. അപ്പോൾ പോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പൗഡറിൻ്റെ പേരാ അല്ലേ? പോൺസ് പൗഡർ നമ്മൾ മുഖത്തല്ലേ ഇടുക. അപ്പം പോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മുഖമായിട്ട് പൗഡറായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കിട്ടൂലേ? കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. അതുപോലെ ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നു. അടുത്തത് മെഡുല്ല ഒംബ്ലാങ്കേറ്റ അല്ലേ? അത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്.
കൂടുതലായിട്ടൊന്നുമില്ല. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, ചുമ, തുമ്മൽ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അപ്പോൾ ഓർമ്മിക്കുക, കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതാണ് മസ്തിഷ്കവും സുഷുമ്നയും. നമ്മൾ ഈ മസ്തിഷ്കത്തെയും സുഷുമ്നയെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പാളിയാണ് മെനിഞ്ചസ്. 3 പാളികളോട് കൂടിയതാണിത്. അത് ഓർമ്മിച്ച് വെക്കുക. അതുപോലെ സെറിബ്രം, ഇതിൻ്റെയൊക്കെ ധർമ്മങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബെല്ലാണ് രണ്ടാമത്തെ വലിയ ഭാഗം. പിന്നെ സെറിബ്രം എന്ന് പറയുന്നത് എന്താണ്? ഈ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രാണ് ഇല്ലേ. പിന്നെ ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന ഇവയുടെയൊക്കെ കേന്ദ്രം എന്താണ്? സെറിബ്രാണ്. അതുപോലെ സെറിബെല്ലം എന്താണ്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നുണ്ട്. അതുപോലെ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലാണ്. മദ്യം ബാധിക്കുന്നത് സെറിബെല്ലത്തിനെയാണ്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക. അതുപോലെ തലാമസ് എന്താണ്? തലാമസിൻ്റെ സവിശേഷതകൾ എന്തായിരുന്നു? എന്താണ്? പുനഃപരിശോധനാ കേന്ദ്രം അഥവാ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നു. പിന്നെ സെറിബ്രത്തിൻ്റെ ഇരിപ്പിടം എന്നറിയപ്പെടുന്നത് തലാമസ് തന്നെയാണ് അല്ലേ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുക. ഇത് എന്താ ചെയ്യുന്നത്? സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ പുനഃപരിശോധിക്കുന്നു. ഇതാണ് ഈ തലാമസുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ടത്. അതുപോലെ ഹൈപ്പോ തലാമസ് എന്തായിരുന്നു? ആന്തര സമസ്ഥിതി പാലകനാണ് അല്ലേ. ഇതൊരു അന്തസ്രാവി ഗ്രന്ഥിയാണ്. അതുപോലെ സുഖാനുഭൂതി, ലൈംഗികാസക്തി ഇതൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. താപനില ക്രമീകരിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോ തലാമസ് ആണ്. പിന്നെ മിഡ് ബ്രെയിനും പോൺസും അല്ലേ. പിന്നെ മെഡുല്ല ഒംബ്ലാങ്കേറ്റ എന്താണ്? അനൈച്ഛിക പ്രവർത്തനങ്ങളെയാണ് നിയന്ത്രിക്കുന്നത് അല്ലേ. അതുപോലെ മിഡ് ബ്രെയിന് കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നു. അതുപോലെ കണ്ണുകൾ, പുരികങ്ങൾ എന്നിവയുടെ ചലനത്തിന് സഹായിക്കുന്നത് ആരാണ്? മിഡ് ബ്രെയിൻ ആണ് അല്ലേ. പോൺസ് എന്തായിരുന്നു ചെയ്തത്? കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ മുഴുവനായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്